ഗുഡ് മോർണിംഗ് എവറിബഡി. നമ്മൾ അനാലിറ്റിക്കൽ കെമിസ്ട്രി മോഡ്യൂളിലത്തെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അക്യുറസി, പ്രിസിഷൻ, എറേഴ്സ്, സാമ്പിളിംഗ് എക്സെട്ര. അപ്പോൾ എന്താണ് ഒരു മെഷർമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ? ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റിൻ്റെ യഥാർത്ഥ വാല്യൂവിനെയാണ് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ എത്ര കൃത്യമായ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് എത്ര എക്സ്പേർട്ടായ ആൾ മെഷർ ചെയ്താലും അതിൽ ചെറിയ ഒരു എററിനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടൈമൊക്കെ മെഷർ ചെയ്യുന്ന സമയത്തുള്ള ചെറിയ മൈക്രോ സെക്കൻഡ്സിൻ്റെ ഒക്കെ എറേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ എല്ലാ ടൈമിൻ്റെ മാത്രമല്ല ഏത് മെഷർമെൻറ്റിലായാലും അത്തരം ഒരു എറർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആണ് സാധാരണ എടുക്കുക. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഏറ്റവും എക്സ്പേർട്ടായ അനലൈസേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് എടുക്കുന്ന വാല്യൂസിനാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിട്ട് സാധാരണ നമ്മൾ കണക്കാക്കുക. അതിനെ നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് തന്നെ കണക്കാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്. ട്രൂ വാല്യൂ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഹൈപ്പോത്തറ്റിക്കലാണ്. അതിന് പകരം നമ്മൾ സാധാരണ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് അക്യുറസി ആൻഡ് പ്രിസിഷൻ ആണ്. എന്താണ് അക്യുറസി? അക്യുറസി മീൻസ് ദ കൺകോർഡൻസ് ഓഫ് എ മെഷർമെൻറ്റ് ടു ദ ട്രൂ വാല്യൂ. ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിട്ട് എത്രമാത്രം അടുത്താണ് നമ്മുടെ മെഷേർഡ് വാല്യൂ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ മെഷറാണ് അക്യുറസി. അപ്പോൾ അത് കറക്റ്റ്നെസ് ഓഫ് എ മെഷർമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. എത്രത്തോളം കറക്റ്റാണ് ആ മെഷർമെൻറ്റ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. നേരെ മറിച്ച് പ്രിസിഷൻ ഈസ് ദ കൺകോർഡൻസ് ബിറ്റ്വീൻ എ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ്. ഒരു സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് എത്രത്തോളം പരസ്പരം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ മെഷറിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 10 റീഡിങ് എടുക്കുകയാണെങ്കിൽ ആ 10 റീഡിങ്ങും അടുത്തടുത്ത് വരികയാണെങ്കിൽ അതിനെ പ്രിസൈസ് എന്ന് പറയാം. പക്ഷെ അത് എന്തായിക്കോളണമെന്നില്ല, അക്യുറേറ്റ് ആയിക്കോളണമെന്നില്ല. ദെൻ അക്യുറസി denotes the correctness of a measurement, while precision denotes the reproducibility of a measurement. എത്രത്തോളം റീപ്രൊഡ്യൂസിബിൾ ആണ് അത് എന്നുള്ളതാണ് പ്രിസിഷൻ കാണിക്കുന്നത്. എപ്പോഴും ഒരു അക്യുറേറ്റ് റിസൾട്ട് എപ്പോഴും പ്രിസൈസും ആയിരിക്കും. കാരണം ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് പലതവണ ചെയ്യുമ്പോൾ ഒരേപോലത്തെ റിസൾട്ട് കിട്ടണം. അപ്പോൾ അക്യുറസി ഓൾവേസ് ഫോളോഡ് ബൈ പ്രിസിഷൻ. പക്ഷേ പ്രിസൈസ് ആയ എല്ലാ റിസൾട്ടും എന്തായിക്കോളണമെന്നില്ല, അക്യുറേറ്റ് ആയിക്കോളണം എന്ന് നിർബന്ധമില്ല. കാരണം പലതവണ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരേ ടൈപ്പ് എറർ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേപോലത്തെ റിസൾട്ട്സ് കിട്ടും. അപ്പോൾ അത് കറക്റ്റ് ആണെന്ന് അർത്ഥമില്ല, പക്ഷെ റീപ്രൊഡ്യൂസബിൾ ആണ് എന്ന് മാത്രമേ നമുക്ക് പ്രിസൈസ് ആയ റിസൾട്ട്സിനെ പറയാൻ പറ്റുള്ളൂ. ഇനി എറേഴ്സിലേക്ക് വരാം. എന്താണ് എറർ? എറർ എന്ന് പറയുന്നത് ഒരു മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂവും തമ്മിലുള്ള എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിനെയാണ് എറർ കാണിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂവും അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? വലിയ എറർ ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ എറർ കുറവാണെന്ന് പറയും. എററിനെ നമുക്ക് പലതരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്ന് അബ്സല്യൂട്ട് എററാണ്. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ് ഒബ്സർവ്ഡ് മൈനസ് എക്സ് ടി. എക്സ് ഒബ്സർവ്ഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മെഷർമെൻറ്റും എക്സ് ടി എന്ന് പറയുന്നത് അതിൻ്റെ ട്രൂ വാല്യൂ ഓർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആണ്. അപ്പോൾ അബ്സല്യൂട്ട് എററിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മെഷേർഡ് ക്വാണ്ടിറ്റി ഏതാണോ അതിൻ്റെ യൂണിറ്റ് ആയിരിക്കും. ഇപ്പോൾ ടൈം ഇൻ സെക്കൻഡ്സ് ആണെങ്കിൽ അബ്സല്യൂട്ട് എററിൻ്റെ യൂണിറ്റും സെക്കൻഡ്സ് ആയിരിക്കും. ദെൻ റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ദ എറർ ഡിവൈഡഡ് ബൈ ദ ട്രൂ വാല്യൂ. It's a measure ratio of the error to the true value. ഇൻറ്റു 100 ആയിട്ട് പെർസെൻറ്റേജ് എറർ ആയിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റു 1000 കൊടുത്തിട്ട് പാർട്സ് പെർ 1000 ആയിട്ട് റിലേറ്റീവ് എററിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എക്സ് ഒബ്സർവ്ഡ് മൈനസ് എക്സ് ടി ബൈ എക്സ് ടി ഇൻറ്റു 100 ആണെങ്കിൽ പെർസെൻറ്റേജ് എററും, എക്സ് ഒബ്സർവ്ഡ് മൈനസ് എക്സ് ടി ഡിവൈഡഡ് ബൈ എക്സ് ടി ഇൻറ്റു 1000 ആണെങ്കിൽ പാർട്സ് പെർ 1000 ആയിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഗീവ്സ് ഐഡിയ വിത്ത് റെസ്പെക്ട് ടു ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനോട് ട്രൂ വാല്യൂവും എററും ട്രൂ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഉദാഹരണം എടുത്തിട്ട് നോക്കാം. ഒരു വാട്ടർ സാമ്പിളിൻ്റെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് അതിലത്തെ ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ppm 20 പാർട്സ് പെർ മില്യൺ ആണ്. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ടി ആയിട്ട്, ട്രൂ വാല്യൂ ആയിട്ട് എടുക്കാം. ദെൻ ഒരു സാധാരണ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 19.9 ppm ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് എറർ? എറർ എന്താണ്? സാധാരണ എറർ, അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു ഏതാണ്? എക്സ് ഒബ്സർവ്ഡ് 19.9 മൈനസ് ട്രൂ വാല്യൂ 20. അപ്പോൾ എന്ത് കിട്ടും?
-0.1, ഇവിടെ യൂണിറ്റ് PPM ആയതുകൊണ്ട് അതേ യൂണിറ്റ് വരും PPM. ദെൻ റിലേറ്റീവ് എറർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. -0.1 ആണ് അബ്സല്യൂട്ട് എറർ, ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ 20 × 100, -1%. ഇനി പാർട്സ് പെർ 1000 ആണെങ്കിൽ -0.1 ഡിവൈഡഡ് ബൈ 20 × 1000 വരും. അപ്പോൾ -10 പാർട്സ് പെർ 1000 എന്ന എറർ വരും. ഇങ്ങനെയാണ് അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്. രണ്ട് തരത്തിലുള്ള എറേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഡിറ്റർമിനേറ്റ് എറേഴ്സ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ്. ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയുന്നത് ദേ ക്യാൻ ബി ഈസിലി ഡിറ്റർമിൻഡ്, എലിമിനേറ്റഡ് ഓർ കറക്റ്റഡ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ കെയർഫുൾ ആയ മെഷർമെന്റ്സ് വഴിയും റിപ്പീറ്റഡ് മെഷർമെന്റ്സ് വഴിയും അത് കറക്റ്റ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്ന എറേഴ്സിനാണ് ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ പറ്റില്ല. അത് ഇൻഹറന്റ് ആയിട്ടുള്ള എറേഴ്സ് ആണ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇനി ഡിറ്റർമിനേറ്റ് എറേഴ്സിനെ തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷണൽ ആൻഡ് പേഴ്സണൽ എറേഴ്സ്, ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറേഴ്സ്, മെത്തേഡ് എറേഴ്സ്, അഡിറ്റീവ് ആൻഡ് പ്രൊപ്പോർഷണൽ എറേഴ്സ്. ഇനി ഓരോന്നും പറയാം. ഓപ്പറേഷണൽ ആൻഡ് പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത് ഈ അനലിസ്റ്റിന്റെ എന്താ പറയുക അശ്രദ്ധ കാരണവും ഓപ്പറേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണമൊക്കെ ഉണ്ടാവുന്ന എറേഴ്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വോളിയോമെട്രി ചെയ്യുന്ന സമയത്ത് പിപ്പറ്റ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ലൂസ് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് കൂടിപ്പോവാണ്, വാട്ടർ ലെവൽ കൂടിപ്പോവാണെന്ന് വിചാരിക്കുക. അതൊക്കെ ഓപ്പറേഷണൽ ആൻഡ് പേഴ്സണൽ എറേഴ്സ് ആണ്, നമ്മുടെ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന എറേഴ്സ് ആണ്. ദെൻ ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറേഴ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം പോകുന്നത് ഇതിൽ വരുന്ന ഓപ്പറേഷണൽ എററും പേഴ്സണൽ എററും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റിന്റെ കുഴപ്പം കാരണം, അതായത് പ്രോപ്പർലി കാലിബ്രേറ്റഡ് അല്ലാത്ത ഇൻസ്ട്രുമെന്റ്, ഇപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ചിലപ്പോൾ 0-ലായിരിക്കില്ല നിൽക്കുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വരാം, എറർ വരാം. ദെൻ അതേപോലെ റിയേജന്റ് എറർ എന്ന് പറയുന്നത് ചിലപ്പോൾ റിയേജൻസിന്റെ പ്രശ്നം കാരണം, റിയേജന്റ് ഇപ്പോൾ അമോണിയ ആണെങ്കിൽ ഇത്ര % അമോണിയ സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു, അമോണിയ എളുപ്പത്തിൽ വോളറ്റൈലായ എസ്കേപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി തുറന്നു വെച്ചാൽ എന്ത് പറ്റും, അമോണിയ എസ്കേപ്പ് ചെയ്ത് പോകും. അങ്ങനെ റിയേജന്റിൽ ആവശ്യത്തിന് അമോണിയയുടെ % ഇല്ലാതെ വരും. അപ്പോൾ അത് റിയേജന്റ് എററിന് കാരണമാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഇതേപോലെ അമോണിയയുടെ ഉദാഹരണം പറഞ്ഞതാണ്, ഇതേപോലത്തെ എറേഴ്സ്. ദെൻ മെത്തേഡ് എറേഴ്സ്, നമ്മൾ ചെയ്യുന്ന മെത്തേഡിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന എറേഴ്സിനാണ് പൊതുവെ മെത്തേഡ് എറേഴ്സ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ചിലത് സൈഡ് റിയാക്ഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ മെത്തേഡ് എറേഴ്സ് വിൽ അറൈസ്. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ആ മെത്തേഡിന് ഇൻഹറന്റ് ആയിട്ടുള്ള ചില കുഴപ്പങ്ങൾ കാരണം ഉണ്ടാകുന്ന എറേഴ്സ് ആണ് മെത്തേഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം അതേപോലെ തന്നെ ഗ്രാവമെട്രിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കോ പ്രസിപിറ്റേഷനും പോസ്റ്റ് പ്രസിപിറ്റേഷനും കണ്ടിട്ടുണ്ടായിരുന്നു, അതും മെത്തേഡ് എററിന്റെ കാറ്റഗറിയിലാണ് വരിക. ദെൻ അഡിറ്റീവ് ആൻഡ് പ്രൊപ്പോർഷണൽ എറേഴ്സ്. അഡിറ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത് അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഗ്രാവമെട്രിക് പ്രസിപിറ്റേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പറന്നു പോകുന്നു വിചാരിക്കുക, ദാറ്റ് ഈസ് ആൻ അഡിറ്റീവ് എറർ, കാരണം അതിൽ എത്ര സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിനെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് പ്രൊപ്പോർഷണൽ എറർ എന്ന് പറയുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റി, സാമ്പിളിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് എററിന്റെ ക്വാണ്ടിറ്റി കൂടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു റിയേജന്റിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അനലൈറ്റിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ട് വിചാരിക്കുക, അപ്പോൾ നമ്മൾ എത്ര % ആണ് ഇമ്പ്യൂരിറ്റി ഉള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അത് കൂടി വരികയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ പ്രൊപ്പോർഷണൽ എറർ. ദെൻ ഇനി ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു ഇറ്റ് കാനോട്ട് ബി ഡിറ്റർമിൻ, കറക്റ്റഡ് ഓർ എലിമിനേറ്റഡ്. ദർ ആർ പേഴ്സണൽ എറേഴ്സ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്നതല്ല, പക്ഷെ ചില പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഉള്ള പ്രശ്നം ഉണ്ടാവാം. ചിലർക്ക് കളർ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവാം, കൃത്യമായി കണ്ണിന്റെ പ്രശ്നങ്ങൾ കാരണം കൃത്യമായിട്ട് എൻഡ് പോയിന്റ് ബ്യൂററ്റ് റീഡിംഗ് ഒക്കെ റീഡ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവാം. ഇതൊക്കെ ഈ പേഴ്സണൽ എററിന്റെ കാറ്റഗറിയിലാണ് വരിക. ദെൻ ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്, അതായത് ഇൻസ്ട്രുമെന്റിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇൻസ്ട്രുമെന്റ്സ് ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇൻഡിറ്റർമിനേറ്റ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സഡൻലി ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നു വിചാരിക്കുക, അപ്പോൾ ആ ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ കാറ്റഗറിയിൽ വരും. 3 കണ്ടീഷൻ എറേഴ്സ് ആണ്. പലപ്പോഴും നമ്മുടെ മെഷർമെന്റ്സ് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഹ്യൂമിഡിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിലെ മാറ്റങ്ങൾ നമുക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഉണ്ടാകുന്നത് കാരണം വരുന്ന എറേഴ്സിനെയാണ് കണ്ടീഷൻ എറേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ 3 കാറ്റഗറി എറേഴ്സ് നമുക്ക് മെഷർ ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. കാരണം കണ്ണിന്റെ പേഴ്സണൽ എറർ, കണ്ണിന്റെ
പ്രശ്നം. അത് നമ്മൾ എത്ര തവണ ചെയ്ത് കഴിഞ്ഞാലും എന്താവാൻ പറ്റില്ല, കറക്റ്റ് ആവില്ല. കാരണം എല്ലാ സമയത്തും നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരേ റീഡിങ് തന്നെയായിരിക്കും, പക്ഷെ അത് തെറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സഡൻ വോൾട്ടേജ് ഡ്രോപ്പ് വരുമ്പോൾ ഇൻസ്ട്രുമെന്റിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോൾ വരുന്നു പ്രവചിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കണ്ടീഷൻ എറർ ആണെങ്കിലും നമുക്ക് അതിനെ പ്രവചിക്കാനോ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല, കാരണം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമാണ് അത്. ദെൻ എങ്ങനെ എറേഴ്സ് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് കാലിബ്രേഷൻ. നമ്മൾ കൃത്യമായി ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് വെച്ചിട്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം. 2, റണ്ണിങ് എ ബ്ലാങ്ക്. ഒരു ബ്ലാങ്ക് റൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ സെമ്മിൽ കളറിമെട്രി ചെയ്യുന്നുണ്ട്. കളറിമെട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യും ഒരു സോൾവെന്റ് വെച്ചിട്ട്. അതായത് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് അയൺ ആണെങ്കിൽ അയൺ ഉണ്ടാവില്ല, അതിലുപയോഗിക്കുന്ന സോൾവെന്റും ബാക്കി റിയേജൻസ് എല്ലാം കൂടി വെച്ചിട്ട് ഒരു ബ്ലാങ്ക് സൊല്യൂഷൻ റൺ ചെയ്യും. കാരണം ഈ റിയേജൻസിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് സാമ്പിൾ നമ്മൾ റൺ ചെയ്യുന്നത്. അനലൈറ്റ് മാത്രം അതിലുണ്ടാവില്ല. അപ്പോൾ അയൺ ആണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിൽ അയൺ ഉണ്ടാവില്ല, ബാക്കി സോൾവെൻസും ബാക്കി സബ്സ്റ്റൻസസ് റിയേജൻസും ഒക്കെ ഉണ്ടാവും. ഇതാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. ബ്ലാങ്ക് റൺ ചെയ്യുന്നത് വഴി അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് കാരണമുള്ള എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻഡിപെൻഡൻറ്റ് അനാലിസിസ്. ഒരു മെത്തേഡിന് പകരം ഒന്നിൽ കൂടുതൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് അത് കമ്പയർ ചെയ്യുക. ഉദാഹരണത്തിന് അയണിൻ്റെ എസ്റ്റിമേഷൻ തന്നെ എടുക്കാം. നമുക്ക് ഗ്രാവിമെട്രിക്കലി അയൺ ഡിറ്റർമിൻ ചെയ്യാം. അയണിനെ ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ട് ഫെറിക് ഓക്സൈഡ് ആയിട്ട് കീട്ട് അനലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് വോളിയോമെട്രിക്കലി നിങ്ങൾ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിനെ റിഡ്യൂസ് ചെയ്തിട്ട് Fe3+ നിന്ന് Fe2+ ആക്കിയ ശേഷം നിങ്ങൾ ഡൈക്രോമെട്രി വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെമ്മിൽ. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് അനാലിസിസ് എന്ന് പറയാൻ. ഒന്നിൽ കിട്ടുന്ന റിസൾട്ടിനെ മറ്റേത് വെച്ച് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അനാലിസിസ് ഓഫ് സ്റ്റാൻഡേർഡ് സാമ്പിൾസ്. ചില സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് അതുമായിട്ട് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് കമ്പയർ ചെയ്യുന്നതാണ് അടുത്ത മെത്തേഡ്. ഇത് പലപ്പോഴും നമ്മൾ UV സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ pH മെഷർമെൻറ്റ്സിലൊക്കെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. സോ ഈ 4 മെത്തേഡ്സും വഴി നമുക്ക് എറേഴ്സ് കുറേയൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഓപ്പറേഷണൽ ആൻഡ് പേഴ്സണൽ എറേഴ്സ് ആണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എറേഴ്സ് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ പ്രധാനപ്പെട്ട ഒരു പോർഷൻ സാമ്പിളിംഗ് ആണ്. സാമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബൾക്ക് മെറ്റീരിയൽ. നമ്മൾ അനലൈസ് ചെയ്യുന്ന ബൾക്ക് മെറ്റീരിയലിൻ്റെ ഹോമോജിനസ് ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള സ്മോൾ റെപ്രസെൻറ്റേറ്റീവിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി ഓഫ് യൂണിഫോം കോമ്പോസിഷൻ. യൂണിഫോം ആയിരിക്കണം എല്ലാ ഭാഗത്തും എൻ്റെ കോമ്പോസിഷൻ. അതേപോലെ തന്നെ കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു കോൾ സാമ്പിൾ അല്ലെങ്കിൽ ഒരു വാട്ടർ സാമ്പിൾ അനലൈസ് ചെയ്യണം വിചാരിക്കുക. ഒരു ലേക്കിലത്തെ സാമ്പിൾ അല്ലെങ്കിൽ ഒരു റിവറിലത്തെ സാമ്പിളാണ് അനലൈസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 1000 ലിറ്റർ കൊടുത്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്തേ പറ്റുള്ളൂ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ 50 ml 100 ml ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഷുഡ് ബി കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ. വെയിറ്റ് ലെസ് ദാൻ 1 gram ആവാം. ചിലപ്പോൾ ചില സാമ്പിൾസ് ആണെങ്കിൽ ലെസ് ദാൻ 1 gram ആവാം. ചിലപ്പോൾ few 100 grams ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് കളക്ടിങ് ഗ്രോസ് സാമ്പിൾ. ആദ്യം ഗ്രോസ് സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു റിവറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലേക്കിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ലാർജ് ക്വാണ്ടിറ്റി വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യും. അതിനാണ് കളക്ടിങ് ഗ്രോസ് സാമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കോൾ സാമ്പിൾ ഒരു ഓർ സാമ്പിൾ ഒക്കെ ആണെങ്കിൽ പല ഭാഗത്തു നിന്നായിട്ട് 500 കിലോ മൊത്തം വരുന്ന രീതിയിൽ 3 cm ഡയമീറ്ററുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യും. പല സാമ്പിൾസ് ആയിട്ട് കളക്ട് ചെയ്യും പല ഭാഗത്തു നിന്നായിട്ട്. ഇതാണ് ഗ്രോസ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടി എന്നിട്ട് കളക്റ്റീവായിട്ട് എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്നിച്ചാക്കും. ദെൻ റെഡ്യൂസിങ് ടു ഹോമോജിനസ് ലാബ് സാമ്പിൾ. ഇതിനെ ഹോമോജിനസ് ലാബ് സാമ്പിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. കാരണം 500 കിലോ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ 1 gram അല്ലെങ്കിൽ 5 gram ഒക്കെ ഉള്ള സാമ്പിളായിട്ട് കുറയ്ക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓറിനെ നന്നായിട്ട് ക്രഷ് ചെയ്യും, അല്ലെങ്കിൽ ഓറിനെ കോളിനെ ഏതാച്ചാൽ അതിനെ ക്രഷ് ചെയ്യും, നന്നായി ഗ്രൈൻഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഒരു സ്ക്വയർ ആയിട്ട് പരത്തി വെച്ച ശേഷം ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ട് 2 ഓപ്പോസിറ്റ് ഡയഗണൽ ഒഴിവാക്കും, ബാക്കി മിക്സ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ എന്തായി, പകുതി സാമ്പിൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ വീണ്ടും ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും സ്ക്വയർ ആക്കി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ പകുതി ഡിസ്കാർഡ് ചെയ്യും. ഇങ്ങനെ പലതവണ ഹോമോജനൈസ് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്തിട്ട് ചെറിയ സാമ്പിളാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, യൂണിഫോം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില പ്രത്യേക ഭാഗത്തെ പ്രോപ്പർട്ടി മാത്രം നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെ കൃത്യമായ പ്രോപ്പർട്ടി അനാലിസിസ് നടക്കാതിരിക്കുകയും ചെയ്യും. സോ സാമ്പിളിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ കേസ് ഓഫ് അനാലിസിസ്. സോ ഓരോ സാമ്പിൾ കളക്ട് ചെയ്യുന്ന മെത്തേഡ് ഓരോന്നാണ്. ഇപ്പോൾ വാട്ടർ കളക്ട് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ സോളിഡ് സാമ്പിൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്താ പറയുക പ്ലാന്റ്സ് കളക്ട് ചെയ്യുക.
സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് അനാലിസിസ് മെത്തേഡ്. നമ്മൾ ചൂസ് ചെയ്യുന്ന അനാലിസിസ് മെത്തേഡിനെയും അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ നേച്ചറിനെ അനുസരിച്ചാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇതിൻ്റെ ഫർദർ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. താങ്ക് യു.